പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് മുഴുവൻ അടിച്ചു ചേർത്തിട്ട് പോന്നിട്ടുണ്ട്. അവൻ അതിന് വേണ്ടി ഖുറാൻ പഠിച്ചിട്ടുണ്ട്, അവൻ അവൻ്റെ സർക്കംസ്റ്റൻസ് സുന്നത്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത് പോയിട്ട് അതൊരു ഗട്ട്സല്ല മോനെ. ഞാൻ പോലും അവനെ അഡ്മയർ ചെയ്യും. ബിക്കോസ് പിന്നെ എന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതോ എന്ത് ക്യൂട്ടായിട്ട് അവൻ സംസാരിക്കാന്നറിയാം. കാശ്മീരിൽ വാതിക്കൽ നോക്കുന്നത് തുറന്ന് താടിയൊക്കെ ആയിട്ട് വലിയ AK-47 പിറകിൽ ഒരുത്തനുണ്ട് AK-47 യെസ് സർ, ഐ എം മോഹിത് ശർമ്മ, വോണ്ട് ടു ടോക്ക് ടു യു സർ. എന്നിട്ട് ഈ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് വിനു വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഹി ഡൈഡ്. 12 പേരായിരുന്നു ഡെഡ് ബോഡീസ് അറൗണ്ട് ഇവരുടെ ചുറ്റും. അങ്ങനെ സിംഗിൾ ഹാൻഡഡ്ലി ഫൈറ്റ് ചെയ്തിട്ട് അവനും വേറൊരു കശ്മീരി നായിക്കുണ്ടായിരുന്നു, 2 പേരും മരിച്ചുപോയി. ശരിക്കും നമുക്കൊരു ദുരന്തം അവനുണ്ടായിരുന്നു. BJP എന്നുള്ള പാർട്ടി നിങ്ങൾ പറയും ഹിന്ദുക്കളുടെ പാർട്ടി. നോ, ഇറ്റ് ഇസ് നോട്ട് ഹിന്ദുക്കളുടെ പാർട്ടി. നിങ്ങൾ അത് പറഞ്ഞുണ്ടാക്കിയിട്ട് ഹിന്ദുക്കളാക്കിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ CPM ആവശ്യമാണ്, അത് ആവശ്യമാണ്. അതിലാണ് ഇവർ സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് പൊളിയുമ്പോഴാണ് BJP വളരുന്നത്. ഇത്രയും കാലം ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ജന്തു എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ക്ലിപ്പ് അങ്ങ് വന്നു, ഹിന്ദുക്കളെ ഒന്നിക്കുവാൻ യുദ്ധാഹ്വാനവുമായിട്ട് മേജർ രവി. എന്തിനാ നിങ്ങൾ വെള്ളം ബ്ലോക്ക് ചെയ്തില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? വിത്തിൻ നോ ടൈം, പൊങ്കാല കഴിഞ്ഞ് അതിന് വിത്തിൻ നോ ടൈം റോഡ് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അതിനൊക്കെയാണ് ഇവർ ചെയ്ത്. ഇതൊക്കെ പൊളിറ്റിക്സ് ആണോ? നോ, ഇറ്റ്സ് എ ഡർട്ടി പൊളിറ്റിക്സ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും 10 വർഷമായിട്ട് പിണറായി സഖാവ് ഇവിടെ ഭരിക്കുന്നത്, അങ്ങേര് ഭരിച്ചത് കൊണ്ടല്ല ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവാതിരുന്നിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ശാശ്വതമായ, അതൊരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിലോസഫി അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. മേജറിനെ കാണുകയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഇതൊരു ഡിബേറ്റ് ആയിട്ടൊന്നുമല്ല സാർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനൊരു സ്റ്റഡി പ്രോസസ്സായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിഷയം ദുരന്തറാണ്. ഓക്കെ, ദുരന്തർ 2 മാർച്ചിന് റിലീസാവാൻ പോവാണ്. അപ്പോൾ ആ സിനിമയുടെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം സിനിമ എൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഹിന്ദിയിലാണ് അതിനകത്ത് പറയുന്നത്. മലയാളത്തിൽ പറയുന്നത് ഇത് പുതിയ ഇന്ത്യയാണ്, ഞങ്ങൾ വീട്ടിൽ കയറുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, അങ്ങനെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ശരിക്കും പഴയ ഇന്ത്യ കുഴപ്പമായിരുന്നു, അല്ലെങ്കിൽ ദുർബലരായിരുന്നു? കുഴപ്പത്തിൻ്റെ അല്ല, നിങ്ങളുടെ പോളിസി വാസ് റോങ്. ഇതാണ് പറയുന്നത്. അത് നിങ്ങൾ പറയുന്ന സമയത്ത് പുരാണ ഇന്ത്യ നീ നയ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് പുരാണ ഇന്ത്യയിൽ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. കുഴപ്പമായിരുന്നു, ദുർബലനല്ല. ദുർബലത എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ആയിരുന്നു ദുർബലത. പക്ഷെ നിങ്ങൾ ഇന്ദിരാഗാന്ധിനെ അയൺ ലേഡി എന്ന് വിളിക്കും, കാരണം 71 വാർ ഇനിഷ്യേറ്റ് ചെയ്തു. അയൺ ലേഡി, ഷീ ഈസ് ഫൈൻ. ബട്ട് ദെൻ എൻ്റെ പവർ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അവിടെ നിങ്ങളെന്താ ദുർബലരായിപ്പോയി, അധികാരമോഹികളായിപ്പോയി. നേരെ മറിച്ച് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പോകണം. ഇവിടെ എത്ര പേരുണ്ട്? ഇത്രയും അട്ടഹാസങ്ങൾ നടന്നു കഴിഞ്ഞാൽ റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലേ? ഞാൻ നാളെ ഒരു MLA ആവട്ടെ, എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഞാനിതിൽ പാർട്ടാണ്. ഇവിടെ പലർക്കും അറിയാം അവർ പാർട്ടാണെന്ന്, പക്ഷെ അവർ റിസൈൻ ചെയ്യില്ല. എൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയി TV പറഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്, അയാൾ റിസൈൻ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചേക്ക്. അങ്ങനെ ഞാൻ MLA ആയിക്കഴിഞ്ഞാൽ, കാരണം യു ആർ കമ്മിറ്റഡ് ടു ദ പബ്ലിക്. അപ്പം പഴയ ഇന്ത്യ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 62, 65, 71 ഇതാണ് 3 വാർ. ഈ 3 വാറിനകത്തും നമ്മൾ സ്ഥലങ്ങൾ 62 പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. 65 നമ്മൾ പിടിച്ചിട്ടുണ്ട്, 71 പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ 19 നടന്ന കാർഗിൽ വാറിൽ അതിൽ പിടിച്ചെടുത്ത 3 കിലോമീറ്റർ പല സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു വേരിയേഷൻസ്. പിടിച്ചെടുത്ത 3-7 കിലോമീറ്റർ വരയ്ക്കുള്ള സ്ഥലങ്ങളൊന്നും ഇന്ന് നമ്മൾ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാഷണൽ ഹൈവേ 1A കാർഗിൽ തൊട്ട് ദ്രാസ് വരയ്ക്കുള്ള സ്ഥലം അന്ന് ഞാനവിടെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് വൾണറബിൾ. കാരണം പാകിസ്ഥാനീസ് അവിടെ ഇരുന്നുകൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും ഗണ്ണുകൾ. പലപ്പോഴും ആ ഡിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് പൊട്ടുന്നില്ല. അത് ഇവർ പിറകിലോട്ടൊക്കെ പോയപ്പോൾ ആ റോഡ് ഇപ്പോൾ ക്ലീനായി, ആർക്ക് വേണമെങ്കിലും പോകാം, ഒരുപാട് ഇപ്പം നടക്കുന്നില്ല. എൻ്റെയൊക്കെ മുമ്പിൽ ഷെല്ലിങ് വീണിട്ടുണ്ട്. അപ്പം അതാണ് പഴയ ഇന്ത്യ പുതിയ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇന്ന് നീ ഞങ്ങളെ അടിച്ചാൽ തിരിച്ച് വന്ന് നിൻ്റെ വീട്ടിൽ കയറി അടിക്കൂടാ. ഇത് ഏതൊരു രാജ്യത്തും വേണം. ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രശ്നം എന്തായിരുന്നു?
ഇസ്രായേൽ സമാധാനത്തിൽ പോവല്ലായിരുന്നു. നിങ്ങളിവിടെ ഹമാസിനെ പലരും സപ്പോർട്ട് ചെയ്തിട്ട് പറയുമായിരിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളെന്തെങ്കിലും മറ്റുള്ളവൻ്റെ വീട്ടിൽ പോയിട്ട് ചൊറിയാൻ നിൽക്കുന്നു? നമ്മൾ ഇന്ത്യ സമാധാനത്തിലിരിക്കുന്നു. നീ പേൽഗാമിൽ വന്നിട്ട് എന്തിനാ ചൊറിയാൻ വന്ന് അവിടെ വന്ന് നീ എനിക്ക് ഒരു കാര്യം ചോദിക്കാം. ഈ പുൽവാമ അറ്റാക്ക് മുമ്പ് IB-യുടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ റോഡ് വേസിൽ വിടരുത്, എയർവേസിലാണ് വിടേണ്ടതെന്ന് ഇൻഫർമേഷൻ കിട്ടിയെന്നും അതിൻ്റെ നെഗ്ലിജൻസ് കാരണമായിരുന്നു അറ്റാക്ക് ഉണ്ടായെന്നും പഠനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ഇന്ത്യ പാഴായി പോലെ ദുർബലല്ല, അല്ലെങ്കിൽ അവർ കുറച്ച് ഉഴപ്പിയില്ലേ? അതിലെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇവിടെയാണ് നിങ്ങൾക്ക് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ. ഓക്കെ, ഈ സംഭവങ്ങൾ അലോട്ട് ചെയ്യുന്നത് ലോക്കൽ ആളുകളാണ്, ലോക്കൽ കമാൻഡാണ്. ഓക്കെ ഓക്കെ, അല്ലാതെ ഡൽഹിയിൽ നിന്നല്ല. അത് ലോക്കൽ കമാൻഡ് തീരുമാനിക്കും ഇവരെ കോൺവോയിൽ വിടണോ അല്ല ഫ്ലൈറ്റിന് വിടണോ. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ വിചാരിക്കും ഫ്ലൈറ്റ് എന്തുകൊണ്ട് പോയില്ല. പക്ഷേ പേൽഗാം എന്നുള്ള സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അനന്തനാഗ് എന്നുള്ള സ്ഥലത്തുനിന്നോ ഫ്ലൈറ്റും ഇല്ല, ഒന്നുമില്ല. അവിടുന്ന് എയർപോർട്ട് വരയ്ക്കുള്ള ദൂരത്തിലാണ് ഈ അടി നടന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാം എന്തും, അവർക്ക് എന്തുകൊണ്ട് ഫ്ലൈറ്റ് കൊടുത്തില്ല. ഫ്ലൈറ്റ് അവിടെ ഉണ്ട് ശ്രീനഗറിൽ. പക്ഷേ ആ ശ്രീനഗറിലേക്ക് എത്താൻ 100-150 കിലോമീറ്റർ വരേണ്ടതാണ്. നിങ്ങൾ കാശ്മീരിൽ പോകൂ, അവന്തിപ്പൂരിലുണ്ട് ഒരു എയർപോർട്ട്, എയർ ബേസ് ഉണ്ട്, ശ്രീനഗറിലുണ്ട് എയർ ബേസ്. ഇതിൽ ഉള്ള സ്ഥലങ്ങൾ കങ്കൻ, സോൺമാർഗ്, ഈ സ്ഥലത്തു നിന്നുള്ള പട്ടാളക്കാർ വരണമെങ്കിൽ അവർക്ക് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വരണം. പേൽഗാം സൈഡിൽ കൂടെ വരേണ്ടവരും വരണം. ഇത് ബസ്സല്ലാതെ പിന്നെ എന്തിലാണ് അവർ? അത് വിത്ത് കോൺവോയ് പ്രൊട്ടക്ഷൻ തന്നെയാണ് വരുന്നത്. ആ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലോട്ട് ഒരുത്തൻ ഇടിച്ച് കയറുന്നു എന്ന് പറയുന്നത് അത് നിർഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാം ഫ്ലൈറ്റ് അലോട്ട് ചെയ്തു, എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇതാണ് എയർപോർട്ട്. ഇവിടേക്ക് എത്താൻ ഇവിടുന്ന് എല്ലാം വരുന്നത് ബൈ റോഡ് തന്നെയല്ലേ വരെ. അവിടുന്ന് ഏത് എയർപോർട്ടിൽ നിന്നാണ് എടുക്കുക അവര്? പാസേജിലാണ് നടന്നിരിക്കുന്നത്. പിന്നെ ഒരാളെ അധികം ഹോൾഡ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ഒരുത്തന്നെ ലീവിന് പോകേണ്ട ഒരു വർഷത്തിൽ 365 ദിവസത്തിനകത്ത് ഈ കംപ്ലീറ്റ് പട്ടാളക്കാരെ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പേൽഗാം എന്നുള്ളത് ഒരു പ്രാവശ്യമല്ലേ നടന്നിട്ടുള്ളൂ. അതിനെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അതിന് ഗവർണർ മറ്റൊരു സംശയമുള്ളത്, കാണ്ഡഹാറിനെ അധികരിച്ച് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. കാണ്ഡഹാറിനെ പറ്റി വിശദമായിട്ടുള്ള ആ മിഷനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും കൂടി ചോദിച്ചോട്ടെ. അതായത് ആ മിഷനിൽ റാൻസം കൊടുത്ത് അവിടുന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭീകരനെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് ആ എയർ പാസഞ്ചേഴ്സിനകത്ത് സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഫോറിനർ ഉണ്ടായിരുന്നു എന്നും അയാൾക്ക് കറൻസി അച്ചടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അദ്ദേഹം ഒഫീഷ്യലി അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ആണ് ഇന്ത്യ റിസ്ക് എടുക്കാഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവന് മേലെ ഉള്ള കരുതൽ കാരണമാണ് ഇന്ത്യ റിസ്ക് എടുക്കാഞ്ഞതെന്നും അജിത് ഡോവൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലൂടെ ശ്രമിച്ചതെന്നും പഠനങ്ങളുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ശരിക്കും? ഇതിനകത്ത് ഈ സത്യങ്ങൾ എന്താണെന്നുള്ളത് പലപ്പോഴും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ വേറൊന്ന്, അവിടെ ചില പാളിച്ചകൾ വന്നിട്ടില്ല. ഞാൻ ഒരു കമാൻഡോ ഓഫീസറാണ്. എൻ്റെ കൗണ്ടർ ബറ്റാലിയനാണ് 52 SAG എന്ന് പറയുന്നത്. ഞങ്ങൾ 51 SAG കൗണ്ടർ ടെററിസമായിരുന്നു. അവർ ആൻറ്റി ഹൈജാക്കാണ്. ഈ ആളുകൾ അമൃത്സറിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇടിച്ച് കയറിയിരുന്നെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു പിസ്റ്റലും 6 ബുള്ളറ്റോ അല്ലെങ്കിൽ 10 ബുള്ളറ്റോ കാണില്ല. മാക്സിമം ഒരു 2-3 ആൾക്കാർ മരിക്കും. പക്ഷെ നമ്മുടെ അഭിമാനം തിരിച്ചെടുക്കാമായിരുന്നു. അവിടെ എന്തുകൊണ്ട് അങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചിട്ടുള്ളതിന് എനിക്ക് ഉത്തരമില്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്. ആ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ, ഞാനെന്നുള്ളൊരു കമാൻഡോ ആയിരുന്നെങ്കിൽ നമുക്കത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിലപ്പോൾ 1-2 ആൾക്കാർ മരിക്കും. പാസഞ്ചേഴ്സിൽ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് 1-2 ആൾക്കാർ. ബട്ട് ദെൻ ഈ 150 ചില്ലാനം ആളുകളും അഭിമാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതങ്ങനെ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാർലമെൻറ്റ് അറ്റാക്ക് നടക്കില്ല. കാരണം അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ള അവന്മാരാണ് പാർലമെൻറ്റ് അറ്റാക്ക്. ഇതൊക്കെ ഒരു ചെയിനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ ഹൈജാക്കിങ് ചെയ്തിട്ടുള്ളതിന് ഒരു കോംപ്രമൈസ് ടോക്കും നമ്മൾ ഒരു ഗവൺമെൻറ് ചെയ്യരുത്. ആ പോളിസി അമേരിക്കയുടെ പോളിസി ആയിരിക്കണം. നോ ടോക്ക് വിത്ത് ദ ടെററിസ്റ്റ്, നോ ബാർഗനിങ്. അത് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പ്രൂവ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ലൈഫ് നഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ SOP ആയിട്ട് മാറും. പിന്നെ അപ്പോൾ ടെററിസ്റ്റുകൾക്കറിയാം ഇത് കിഡ്നാപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ഇവന്മാർ നെഗോഷിയേഷന് വരില്ല എന്നുള്ളത്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇവർ കിഡ്നാപ്പോ അല്ലെങ്കിൽ ഹൈജാക്കോ നടത്തുന്നില്ല. അപ്പം അതുകൊണ്ട് അതെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. പക്ഷേ എൻ്റെ കമാൻഡോസ്, എനിക്കറിയാം ആ യൂണിറ്റിലുണ്ടായിരുന്ന അന്നത്തെ ഓഫീസേഴ്സൊക്കെ എൻ്റെ അറിയുന്ന ഓഫീസേഴ്സ് പറഞ്ഞു, സർ വി ഹാവ് റീച്ച്ഡ് അമൃത്സർ, പക്ഷേ വി ഡിഡ്ന്റ് ഗെറ്റ് ദ പെർമിഷൻ ടു അറ്റാക്ക്. അതും അവർ ശരിക്കും ഫ്ലൈറ്റ് നിന്നിരുന്നതിൻ്റെ
ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബാക്ക് സൈഡിലുള്ള ഫുൾ 180 ഡിഗ്രി ഇല്ലെങ്കിലും ആ 45 ഡിഗ്രി ആംഗിളിൽ ഇവർ അപ്രോച്ച് ചെയ്ത് ഫ്ലൈറ്റിൻ്റെ താഴത്തെത്തിയിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ട് ഈ ലൈൻ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ കാണും, സൈഡിൽ കാണും. ഇതിൻ്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നതാണ് ഈ പിറകിലത്തെ വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണുന്ന ഒരു ആംഗിളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ദൂരം നിന്ന്. ആ ടാർമാക്കിൽ വന്നു കഴിഞ്ഞിട്ട് അടിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പലതും ഉണ്ട്. ലാഡർ എൻട്രി ഉണ്ട്, ഡോറ് പുറത്തുനിന്ന് തുറക്കുന്ന എൻട്രി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദുരന്തർ സത്യമാണോ? ദുരന്തരം എന്നുള്ളത് അതൊരു ചെറിയ എലിമെൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ദുരന്തറിൽ അറിയുന്ന മോഹിത് ശർമ്മയുടെ കാര്യം നിങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ 2 വർഷം മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഥാർത്ഥ ഹീറോസൊക്കെ ഇവരാണ്, അല്ല നിങ്ങൾ കാണുന്ന ഇവിടുത്തെ ഹീറോസൊന്നുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആരും അറിയില്ലായിരുന്നു. അതെന്തുകൊണ്ട്? കാരണം അവിടെ ടി വി മീഡിയ ഒന്നും ഇല്ല. ഈ മനുഷ്യൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പ് മുഴുവൻ അടിച്ചേർത്തിട്ട് പോന്നിട്ടുണ്ട്. അവൻ അതിനു വേണ്ടി ഖുറാൻ പഠിച്ചിട്ടുണ്ട്, അവൻ്റെ സർക്കംസ്റ്റൻസ് സുന്നത്ത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത് പോയിട്ട് അതൊരു ഗട്ട്സല്ല മോനെ. ഞാൻ പോലും അവനെ അഡ്മയർ ചെയ്യും. ബിക്കോസ് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ. പിന്നെ എന്നെ ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതോ എന്ത് ക്യൂട്ടായിട്ട് അവൻ സംസാരിക്കാന്നറിയാം, വളരെ സോബറായിട്ട്. ഇവൻ എന്നെ കാണാൻ വന്നതാണ് മോഹിത് ശർമ്മ. അപ്പം മോഹിതിൻ്റെ കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ഇപ്പം ജനറൽ ആയിരിക്കുന്ന വേണു, കണ്ണൂക്കാരൻ വേണു ആയിരുന്നു. അന്ന് അവൻ കേണലായിരുന്നു. അപ്പോൾ വേണു ആണ് എന്നെ വിളിച്ച്, വിനു ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറെ പോകുമ്പം ഇന്ന് പറ്റാലിന് താമസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ കുരുക്ഷേത്രയുടെ റെക്കി കഴിഞ്ഞ് കാർഗിൽ നിന്ന് വരുമ്പോൾ ശ്രീനഗറിൽ ഇവരുടെ യൂണിറ്റിലാണ് താമസിച്ചത്, ഫസ്റ്റ് പാര കമാൻഡർ. അന്ന് രാത്രിയാണ്. ഞാൻ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടന്നുറങ്ങും, കള്ളുകൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഗസ്റ്റ് റൂം നമ്പർ 1 അതിനകത്ത് കള്ളും എല്ലാം ഉണ്ടായിരിക്കും. ഒരു 11 മണിക്ക് വാതിക്കൽ നോക്ക്, അത് കാശ്മീരിൽ വാതിക്കൽ നോക്കുന്നത് തുറക്കുന്നത് താടിയൊക്കെ ആയിട്ട് വലിയ AK-47 ഉണ്ട്, പിറകിൽ ഒരുത്തനുണ്ട് AK-47 യെസ് സർ, ഐ എം മോഹിത് ശർമ്മ, വോണ്ട് ടു ടോക്ക് ടു യു സർ. ഞാൻ പറഞ്ഞു ഹൗ ഡു വി നോ എന്ന് വെച്ചാൽ, ഞാൻ ഈ ബറ്റാലിയൻ തന്നെയാണ് സർ. എന്നാൽ വാന്നത് കഴിയുമ്പം. അപ്പം ഞാൻ NSCയിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ പാരാ ടീമായിരുന്നു. അൽഫ ടീം എന്ന് പറയുന്നത് പാരാ ടീമാണ്. ആ പാരാ ടീമിലുള്ള 30 പേരും ഈ ഫസ്റ്റ് പാര, 9 പാര, 10 പാരയിലത്തെ ആൾക്കാരായിരുന്നു, കമാൻഡോസിൻ്റെ. അപ്പം അവന്മാരെ കമാൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അവന്മാരൊക്കെ പോയിട്ട് ഇവരുടെ അടുത്ത് കഥ പറയും, ഇങ്ങനൊരു സാധനം ഒരു ഭ്രാന്തനുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം ഹീ വോണ്ടഡ് ടു കം ആൻഡ് മീറ്റ് മീ. അങ്ങനെ വന്നിട്ട് സംസാരിച്ചപ്പോൾ ഹി നെവർ സെഡ് ദാറ്റ് അവൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ടെന്നുള്ളൂ. മറ്റുണ്ടോ സാറേ ഞാൻ അവിടെ അത് ചെയ്ത്. എന്നിട്ട് ഈ എൻകൗണ്ടർ കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് വിനു വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഹി ഡൈഡ്. 12 പേരായിരുന്നു ഡെഡ് ബോഡീസ് അറൗണ്ട് ഇവരുടെ ചുറ്റും. അങ്ങനെ സിംഗിൾ ഹാൻഡഡ്ലി ഫൈറ്റ് ചെയ്തിട്ട് അവനും വേറൊരു കശ്മീരി നായിക്കുണ്ടായിരുന്നു, 2 പേരും മരിച്ചുപോയി. ശരിക്കും നമുക്കൊരു ദുരന്തരം ഉണ്ടായിരുന്നു. ദുരന്തരം അവനുണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ അതുണ്ട്. പക്ഷെ അതിൻ്റെ ബേസിലാണ് അവർ ആ ഒരു കഥ എടുത്തത്. ആദിത്യ ടുക്കറ്റ്, ആദിത്യനെ എനിക്കറിയാം, കാരണം പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഞങ്ങളൊക്കെ സെയിം ടീമാണ്. അപ്പോൾ ആദിത്യ പറഞ്ഞു സാർ ഞാൻ ആ എലിമെൻ്റ് എടുത്തിട്ടുണ്ട്, അതൊരു സിനിമാറ്റിക്കൽ പോകുന്ന സമയത്ത് യെസ് ദാറ്റ്സ് എ വേറെ ലുക്കാണത്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുണ്ട്, അവരെയൊക്കെ കാണുമ്പോൾ ദേ നെവർ സെൽഫ് ബോസ്റ്റ്. അവരൊരിക്കലും പറയില്ല ഞാൻ ഇതാണ് അതാണെന്നുള്ളത്. ആ പോളിസിയൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ പോലും ഇല്ല. പലരും നാളെ ഏതൊരു ടി വിയിൽ ഏതൊരു കേണലിരുന്ന് പറയുമ്പോഴാണ് ഞാനിത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് അറിയാം, അവനെ വിളിച്ച് ഇതെപ്പോഴാണ് സാറിന് ഓർമ്മയില്ലെന്ന് വെച്ചു. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്ന പോലും. ദുരന്തറിൽ പ്രൊപ്പഗൻഡ ഉണ്ട്. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് ഒരു ഇന്ത്യൻ സ്പിരിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എടാ ഇത് പഴയ ഇന്ത്യയല്ല, നീ നിൻ്റെ അണ്ണാക്ക് വന്നിട്ട് ഞാൻ അടിക്കുമെന്നുള്ള ഒരു പോളിസിയാണ് അവർ ആ പടത്തിനകത്ത് ചെയ്ത്. പിന്നെ ആദിത്യധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ കശ്മീരി. അവൻ്റെ ഫാമിലി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് അവൻ ഈ 370 ആർട്ടിക്കിൾ എന്നുള്ള പടം എടുത്തത്. അതുപോലെ തന്നെ ഉറി എടുക്കാൻ കാരണം അവൻ അതിൽ കൂടെ പോയിട്ടുണ്ട്. ആദിത്യയുടെ ലൈഫിൽ കൂടെ അവൻ്റെ ഫാമിലി പോയിട്ടുള്ളത് ഇറ്റ് ഈസ് എ ട്രോമ ഫോർ ഹിം. അതിനെയാണ് അവൻ ആ വികാരത്തിലെടുക്കുന്ന പടം. 370 ആർട്ടിക്കിൾ ആണെങ്കിലും ശരി, അതിൻ്റെ നല്ല വശങ്ങളും റോങ് വശങ്ങളൊക്കെ ആദിത്യയെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. അപ്പം ആദിത്യ ഇത് എക്സാജറേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗാൻഡ യൂസ് ചെയ്യണമെന്നുള്ള അത് വരും.
ഇപ്പം ഞാൻ നാളെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ മോദീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് നടന്നിട്ടുള്ളതാണത്. ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ഇവിടെ പലരും നിങ്ങൾ നോണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തന്നെ ഇരുന്നിട്ട് TV ചാനൽ ഇരുന്നുണ്ട് 5 റഫാൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു റഫാലും നമ്മൾ വീണിട്ടില്ല. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒന്നും ലാൻഡ്, ഈവൻ പാകിസ്ഥാനിൽ നമ്മൾ അടിക്കേണ്ടടുത്ത് അടിച്ചു. ആ മുഷറഫാബാദിലുള്ള ഇവൻ്റെ മിലിറ്റൻ ക്യാമ്പ് അടിച്ചു. ബാക്കി അവരുടെ ഒരു ബോംബ് പോലും നമ്മുടെ ഇങ്ങോട്ട് എല്ലാം എയറിലാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡ്രോണും മിസൈൽസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബോർഡർ ക്രോസ്, ഇന്നത്തെ യുദ്ധം അതാണെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നു. ഇനി ആൾക്കാർ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എയറിൽ തന്നെ എത്തല്ലോ. ഇനി എയറിൻ്റെ ടൈമാണ്. മിസൈലുകളാണെങ്കിൽ ശരി, ഇപ്പോൾ ബ്രഹ്മോസാണ്, ഏതാണെങ്കിലും ശരി, ഇത് എയറിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാതെ ഈ ബ്രഹ്മോസ് പോയിട്ട് പാകിസ്ഥാനിൽ പോയി വീണപ്പോഴാണ് അവർ സീസ് ഫയർ പറഞ്ഞത്. അവരുടെ റഡാറിൽ പിടിക്കാൻ പറ്റാതെ ബ്രഹ്മോസ് രാവൽപിണ്ടിക്ക് അപ്പുറത്ത് പോയി വീണപ്പം അപ്പോഴാണ് അവർ സീസ് ഫയറിനെ റിക്വസ്റ്റ് ചെയ്തത് 3-ാം ദിവസം. കാരണം അതിൻ്റെ 12-24 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്. അപ്പോൾ ഈ റഡാറിൽ അറിയാതെ അതുവരെ എത്തിയെങ്കിൽ ഇവിടുന്ന് ഈ ബാരൽ ഒന്നിങ്ങനെ പൊക്കിയാൽ മതി, 1 ഇഞ്ച്, അപ്പോൾ ഈ 24 കിലോമീറ്റർ കവർ ചെയ്യും. അവിടെ പോയി വീണാൽ അവിടെയാണ് ഒരു പാനിക്കായിട്ട് സീസ് ഫയർ പറഞ്ഞത്. അതിനവിടെ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, മോദി പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളത്. അപ്പോൾ അത് സത്യം പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ സമ്മതിക്ക്, ചങ്കൂറ്റം വേണം. മോദിയെ ഭയപ്പാടുണ്ടോ പാകിസ്ഥാൻ? അപ്പോൾ ഒരു സംശയമില്ല. മോദി എന്നുള്ളതല്ല, ഇന്നത്തെ ഇവിടെ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതൊരു കോമ്പിനേഷനാണ്. ഫോറിൻ മിനിസ്റ്റർ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. ആ പോളിസീസും മാറ്റേഴ്സും രാജ്നാഥ് സിംഗ് ആ ഫുള്ള് ഡിഫൻസിൻ്റെ ഫുൾ അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ടീമിനെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ ടീം പറയുന്ന സമയത്ത് പിന്നെ അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ മോദിജി എന്താണ് പറഞ്ഞത്? ബോർഡറിൽ നടക്കുന്നതിന് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങളിപ്പോൾ നിർവ്വാണയുടെ കേസും വെച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ചേട്ടൻ നരാവണയുടെ. എന്താണത്? ഒരിക്കലും പറയാൻ പറ്റില്ല. 2014 തൊട്ട് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താണ്? അവിടെ എന്ത് നടക്കുന്നു അതിൻ്റെ സൈ ഉധർ ജോ ബി ചൽ रहा है उसका जो सही मायना आप जानता है. आप जो करना है सही समझता है उसको कर लो. गोली मारा तो गोली मारो, अगर ബോംബാർഡ്മെൻറ്റ് करना है करो. ആ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കേണ്ട അത്. അപ്പോൾ അതിന് നിങ്ങൾ മോദീനെ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ അത് വേറൊരാൾക്ക് അത് സാധിക്കില്ല ഇതുപോലെ ചോദിക്കാൻ. അത് വേറെ ആയിരിക്കും. മേജർ രവി എന്നുള്ള ഒരാളിനെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് യു ആർ പ്രിപ്പയർഡ്. അത് തന്നെയാണ് പട്ടാളക്കാരൻ പ്രിപ്പയർഡാണ് അപ്പുറത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. മോദിജി ഡൽഹിയിലായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അവിടെ നിന്നെ അടിച്ച് നിനക്ക് തിരിച്ചടിക്കണം തോന്നി അടിച്ചോ. ഇതാണൊരു ഭരണാധികാരി ആവേണ്ടത്. അല്ലാതെ അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഡൽഹിയിൽ പെർമിഷൻ ചോദിക്കണം എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു 2014 വരയ്ക്ക്. അത് മാറി. അപ്പോഴാണ് ഈ നയാ ഇന്ത്യ ഹേ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ഇപ്പോൾ. അങ്ങനെയല്ല, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിന് വല്ലാത്തൊരു നയതന്ത്രം കൂടി ആവശ്യമുണ്ടല്ലോ. അതായത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ വെട്ടൊന്ന് മുറി 2 മേജർ സ്വഭാവം ഇറക്കാൻ പറ്റില്ല. പാകപ്പെട്ടു തുടങ്ങിയ വളരെയധികം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതേ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. ഇത് സിനിമ പോലെയല്ല. സിനിമയ്ക്ക് ഓക്കെ നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് ഗ്രൂപ്പ്, അതൊരു ടീം, ടെക്നിക്കൽ ടീം, ക്യാമറമാൻ, അത് എത്രയേ ഉള്ളൂ. ഇത് പല സൈഡിൽ നിന്നുള്ള കുറുക്കന്മാരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. കാരണം അവൻ്റെയൊക്കെ ബുദ്ധി എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ കുറുക്ക് ബുദ്ധിയായിരിക്കും. അവർക്ക് രാഷ്ട്രീയം അറിയാം. ഇപ്പം ഞാനൊരാൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളൊരു കള്ളനാണ് എന്നുള്ളത് എനിക്ക് തോന്നും. ഇവിടെ താൻ ആ പാർട്ടിയുടെ പൈസ അടിച്ചു മാറ്റിയില്ലെന്ന് ചോദിക്കാൻ മനസ്സുണ്ട്. എനിക്കറിയാം പാർട്ടിയിൽ നിന്ന് ഇത്ര പൈസ വന്നിട്ടുണ്ട്, ഇവനത് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന മിണ്ടരുത്, ചിരിച്ചുകൊണ്ടിരിക്കുക, സമയം വരും. ആ ക്ഷമയാണ് നീ ചോദിച്ചത് ഇപ്പം വന്നിട്ടുണ്ട്. കാരണം എടുത്തിട്ട് ചാടിയിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഇത് ഒരു പട്ടാളത്തിൽ നമ്മളൊരു ഓപ്പറേഷൻ പോകുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ, ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ഫാൻറ്റാസ്റ്റിക്കാണ്. ഇവിടെ നീ ഒരു പടം ഹിറ്റാക്ക്, ആദ്യം ഫോണുകൾ പോകുന്നു, എങ്ങനെയുണ്ടാ പടം, ആവറേജ്. പക്ഷെ ഞാൻ കേട്ടത് കൊള്ളൂല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ അങ്ങ് എടുത്തിട്ടു, കൊള്ളൂല. അപ്പം ഇവിടെ ഉള്ളത് നെഗറ്റീവും അസൂയക്കാരുമാണ്. അവിടെ ഞങ്ങൾ കളിക്കുന്നത് ജീവൻ വെച്ചിട്ടാണ്. ജീവൻ വെച്ച് കളിക്കുന്ന സമയത്ത് മറ്റവന് ജീവൻ വെച്ച് കളിക്കാൻ അവസരം കിട്ടാത്തവൻ
അവന് ചെറിയൊരു അസൂയുണ്ടാവും, എന്നാലും നീ ഇത് അടിച്ചു മാറ്റിയല്ലോ, ഞാനതൊന്ന് കക്കൂസ് പോയപ്പോഴത്തേക്ക് നീ ഓപ്പറേഷനായിട്ട് പോയി. ഇതാണ് അവിടുത്തെ ഒരു കളി. അവിടെ ഒരിക്കലും ഒരാളെയും ഓപ്പറേഷൻ ചെയ്തു 4 പേരെ 6 പേരെ കൊന്നിട്ട് വന്ന് ഒന്നുമില്ല, ഏതാണെന്ന് വലിയ കാര്യം, അങ്ങനെയല്ല. അവനെ കെട്ടുപിടിച്ചു, സോറി എടാ നീ അവിടെ പേരൊന്നായിരിക്കും, പല വാക്കുകളിലായിരിക്കും. എന്നിട്ട് വിളിച്ച് എടാ നീ രക്ഷപ്പെട്ട് പോകാൻ സൂപ്പർ ഞാൻ കേട്ടു എടാ ഒന്നും ഇതാണ് അവിടുത്തെ സംസാരം. ഇവിടെ അങ്ങനെയല്ലല്ലോ. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറണം. മേജർ പക്ഷേ മേജർ അലൈൻ ചെയ്തിട്ടുള്ളത് BJP-യുമായിട്ടാണ്. BJP-യുടെ വളർച്ച കേരളത്തിൽ പ്രോഗ്രസീവായിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ലോ ആണ്. ബാക്കിയുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആണ്. മാത്രമല്ല BJP-യിൽ ഇതുവരെ വലിയ വിജയങ്ങൾ കൊയ്തിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വ്യക്തിപ്രഭാവവും കൂടി ഉണ്ടായിരുന്നു, ശ്രീ സുരേഷ് ഗോപിയൊക്കെ പോലെ. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ സംഭവം പാലക്കാട്ടെ സംഭവം ഒന്നും എടുത്ത് പറയാത്തതല്ല, പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ബാക്ക് ചെയ്യുന്നുണ്ടോ? BJP ആയതുകൊണ്ട് വിജയ സാധ്യത കുറവായിരിക്കും, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ? പണ്ടുണ്ടായിരുന്നല്ലോ. കാരണം BJP ജയിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട്. അതെ. അപ്പം പല BJP-ക്കാരും എന്തിനീ വെയിലത്ത് ഞാൻ ബൂത്തിലേക്ക് പോകണം, ബൂത്തിൽ പോവില്ല. അത് മാറിയിട്ടുണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നില്ലേ? കാരണം പല സ്ഥലങ്ങളിലും ആളുകളിപ്പം BJP ജയിക്കും എന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം അതതിൻ്റെ പ്രവർത്തന ശൈലിയാണ്. പിന്നെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ശക്തി എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിക്കുന്ന ലെഫ്റ്റും റൈറ്റും. അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, അവർക്ക് അത് പറഞ്ഞാലാണ് പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഈ BJP വളർന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡാമേജ് വരുന്നത് ഇവർക്കാണെന്നുള്ള അവർക്കറിയാം. അപ്പം അതിനെ എങ്ങനെ ഇതാക്കണം? ഞങ്ങൾ മാത്രമാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രക്ഷകർ. BJP-ക്കാർ ഇതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും 10 വർഷമായിട്ട് പിണറായി സഖാവ് ഇവിടെ ഭരിക്കുന്നുണ്ട്. അങ്ങേര് ഭരിച്ചത് കൊണ്ടല്ല ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവാതിരുന്നിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ശാശ്വതമായ, അതൊരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിലോസഫി അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പേപ്പറിൽ ഉണ്ടാക്കുന്നതാണോ? എന്തിനാ ഈ തിരുനാവായ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കട്ടെ? ഇത് തുടങ്ങുന്നതിന് മുന്നേ ഈ ലെഫ്റ്റ് സർക്കാർ പറഞ്ഞില്ല അവിടെ തിരുനാവായ മേള സംഭവിക്കാൻ പാടില്ല എന്നുള്ളത്. എന്താണ്? മലപ്പുറത്താണത്, ഇവിടെ കമ്മ്യൂണൽ വയലൻസ്. നിങ്ങളാണിത് പറയുന്നത്. അവിടുത്തെ ഹിന്ദുവോ അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിമോ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കി അവിടെ പാടില്ല, അത് ബാൻ ചെയ്യണം. പക്ഷെ കോടതി ഓർഡർ വന്നു, ബാൻ ചെയ്യാൻ പറ്റില്ല. ഭാരതപ്പുഴ നിങ്ങളുടെ ആരുടെയും അങ്ങനെ തന്നെയാണ് കോടതി. പക്ഷേ ഒരു ഗവേണിംഗ് സിസ്റ്റത്തിന് അങ്ങനത്തെ കൺസേൺസ് ഉണ്ടാവാമല്ലോ. കൺസേൺസ് ഉണ്ടാവാം, പക്ഷെ ഡോണ്ട് മേക്ക് ഇറ്റ് ആസ് എ വെരി അഗ്രസീവ് കമ്മ്യൂണൽ സിറ്റുവേഷനിലേക്ക് ഫാക്ട് ആക്കാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവും, അതുകൊണ്ട് ഇത് പാടില്ല. നിങ്ങൾ ആൻസിപ്പേറ്റ് അവിടുത്തെ ഏതെങ്കിലും മുസ്ലിം മതപണ്ഡിതരോ അല്ലെങ്കിൽ ഹിന്ദു പണ്ഡിതരോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാണത് പറയാൻ? നിങ്ങളാരാണ് ഈ വിഷം മനുഷ്യൻ്റെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ? കാരണം നിങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഇവിടുന്ന് വല്ലതും 10 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കളയണ്ട എന്നുള്ളതാണ്. ഹിന്ദു ഇപ്പം BJP എന്നുള്ള പാർട്ടി നിങ്ങൾ പറയും ഹിന്ദുക്കളുടെ പാർട്ടി. നോ, ഇറ്റ് ഇസ് നോട്ട് ഹിന്ദുക്കളുടെ പാർട്ടി. നിങ്ങളത് പറഞ്ഞുണ്ടാക്കിയിട്ട് ഹിന്ദുക്കളാക്കിയിട്ടുള്ളതാണ്. BJP എല്ലാ മതക്കാരെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടി അല്ല, അത് അല്ലെങ്കിൽ ഒരു ജാതി പാർട്ടി അല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗുകാരുടെ പാർട്ടിയാണ്. അതിനകത്ത് അവർ സംഘാടകരായിട്ടോ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നവരാരെയും കയറ്റുന്നില്ല. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, എന്നാലും 1-2 പേര് ഉണ്ടായിരിക്കും അതിനകത്ത്. ഇവിടെ നിങ്ങളാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? തിരുനാവായയിൽ ആദ്യം കുറച്ച് പേര് ഫസ്റ്റ് ഡേ 1 ലക്ഷം, സെക്കൻഡ് ഡേ അത് കയറി അവസാനം 13ാമത്തെ ദിവസമായപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 13-14 ലക്ഷം ആളുകളാണ് ഒരു ദിവസം വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതെവിടെയാണത്? നിങ്ങൾ ഈ പറഞ്ഞ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ മുസ്ലിം സമുദായങ്ങൾ നിൽക്കുന്ന തിരൂർ സൈഡിലും തവനൂർ സൈഡിലും ഇപ്പുറത്ത് തിരുനാവായ സൈഡിലും വരുന്നത് മുഴുവൻ മുസ്ലിം സഹോദരി സഹോദരന്മാരാണ് ജീവിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വണ്ടികൾ അമ്പലത്തിലേക്ക് പോകേണ്ടത്. അവരെന്താ ചെയ്തത്? അവരുടെ ഗേറ്റുകൾ മുഴുവൻ അങ്ങ് തുറന്നിട്ടു. നമുക്ക് കാർ പാർക്ക് ചെയ്യാം. ഓരോ ഗേറ്റിനകത്തും നമുക്ക് 3-4 കാറുകൾ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വീടുകളോട് അവർ തുറന്നിട്ടു. അവരെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് എഴുതിയോ? ഇല്ല. കാരണം അവിടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം? എന്താണ്? ഈ ഹിന്ദുവും മുസ്ലിം ഈ വിദ്വേഷം അങ്ങനെ നിൽക്കണം.
ഞാനെന്ന വ്യക്തിക്കറിയാം ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വിദ്വേഷവും ഇല്ല എന്നുള്ളത്. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ നിങ്ങളാരാണ് ഈ ലെഫ്റ്റിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവരൊക്കെ ആരാണിത് പറയാൻ? കമ്മ്യൂണൽ എപ്പോൾ സംസാരിക്കും മതനിരപേക്ഷത ഈ ഒരു വാക്ക്, നിങ്ങളാരാണ് ഞങ്ങളുടെ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ? BJP പറയാറുണ്ടോ? BJP പറയാറില്ല. ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുമല്ലോ, അത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളാണത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് BJPനെ ഹിന്ദുക്കളുടെ പാർട്ടി, ഹിന്ദുക്കളുടെ മതവർഗീയവാദികളാക്കിയിട്ട് അങ്ങ് സ്റ്റാമ്പ് അടിച്ചിരിക്കുന്നു. ഈ സ്റ്റാമ്പാണ് മാറിയത്. കാരണം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അത് തിരുനാവായിലും കണ്ടില്ലേ ഇത്? ഈ മുസ്ലിംസ്, ഞാനന്ന് ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങി സംസാരിക്കും, സാർ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായല്ലേ നിങ്ങൾക്കൊക്കെ എന്ന് വെച്ചു. അപ്പോൾ അവർ പറയും ഈവനിങ്, സാറെന്തീ പറഞ്ഞത്, ഞങ്ങളുടെ കച്ചവടം നടക്കുന്നുണ്ട്, അതല്ല സാറേ നമ്മൾ നോക്കേണ്ടത്, അല്ല നിങ്ങളുടെ അമ്പലത്തിലേക്ക് പോകണതിന് ഞങ്ങൾക്കെന്താ പ്രശ്നം അവർ ചോദിച്ചു. അപ്പോൾ ആർക്കവിടെ പ്രശ്നം? ഈ മോളെന്ന് പറഞ്ഞുള്ളവർക്കാണ് പ്രശ്നം. അവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യല്ല, അവർ കിട്ടുന്ന ബിസിനസ് നിങ്ങൾ കട്ട് ചെയ്ത് കളയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ CPM ആവശ്യമാണ് ഹിന്ദു മുസ്ലിം ആവശ്യമാണ്, അത് ആവശ്യമാണ്. അതിലാണ് അവർ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അവരത് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ തവനൂരും തിരൂരും ഉണ്ടായിരുന്ന മുസ്ലിം കംപ്ലീറ്റ് കച്ചവടക്കാർക്ക് ഇത്രയും കച്ചവടം കിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ ശത്രുക്കളല്ലേ ഈ CPM ഇങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട്? അപ്പം അത് പറയാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ അമ്പലത്തിൽ നടക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്തതുമില്ല. റോട്ടിലൊക്കെ ആൾക്കാരുണ്ട്. അവസാനം എന്താ സേവാഭാരതി കൊണ്ടുവന്നവിടെ ഇതിനെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ സേവാഭാരതിയും അതുപോലെ തന്നെ അവിടുത്തെ മുസ്ലിം സംഘടനകളും കൺട്രോൾ ചെയ്തു. കാരണം അവർക്കും അത് ആവശ്യമാണ്. സ്മൂത്തായിട്ട് പോകുമ്പോൾ കച്ചവടമൊക്കെ നന്നായി നടക്കുന്നു, കാർ പാർക്കിങ്ങിന് പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അവർ പറഞ്ഞു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അടുത്ത വർഷം അവർ ആലോചിക്കുക അടുത്ത വർഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ ചോദ്യം. പക്ഷെ അതിൽ നിങ്ങളുടെ ആ ഒരു നുണ പൊളിഞ്ഞു. ഇത് പൊളിയുമ്പോഴാണ് BJP വളരുന്നത്. ഇത്രയും കാലം ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ജന്തു എന്നാണ് പറയുക. കാരണം ഹിന്ദുക്കൾ, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ പണ്ട് ഒരു കാര്യം പറഞ്ഞു, ഒരു അമ്പലത്തിൽ 10 കാശ് വരുമാനം കണ്ടു കഴിഞ്ഞാൽ അപ്പം ദേവസ്വം ബോർഡ് കൊണ്ട് എടുക്കും. ഇതെപ്പോഴും നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്താണ്. എന്തെങ്കിലും കാട്ടിയിട്ട് വരുമാനം ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത്. ഈ ഭരണം അതെങ്ങനെയാണ്? ഗുരുവായൂരിനടുത്ത് മറ്റേ ഒരു സുബ്രഹ്മണ്യ ടെമ്പിൾ ഇവർ ഏറ്റെടുത്ത സമയത്ത് അത് ഹിന്ദു ഗ്രൂപ്പുകളിലെല്ലാം ഈ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ അത് ചർച്ച ചെയ്തു. അപ്പോൾ ആ ചർച്ചയിൽ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, വോയിസ് ഇട്ടു. ഇത് കേട്ടിട്ട് ആരോ അവിടുന്ന് തന്നെ, ഇപ്പം ഈ BJPയുടെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാലും പല കമ്മ്യൂണിസ്റ്റുകാരും പലരും ഉണ്ടായിരിക്കും അതിനകത്ത്. അവരാണ് ഇതൊക്കെ ലീക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ക്ലിപ്പ് അങ്ങ് വന്നു, ഹിന്ദുക്കളെ ഒന്നിക്കുവാൻ യുദ്ധാഹ്വാനവുമായിട്ട് മേജർ രവി. എങ്ങനെയുണ്ട്? ഹിന്ദുക്കളെ ഒന്നിക്കുക എന്നുള്ളത് ഉണ്ട്, പറഞ്ഞത് ഉണ്ട്, ബാക്കിയുള്ള വാക്കൊന്നും ഇല്ല. ബാക്കി എവിടെ പോയി? ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങളുടെ അമ്പലങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ വന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. നിങ്ങൾ വേണം. അതിന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് 56 ജാതികളാണ് ഒരു മതത്തിനകത്ത്. ആ 56നും ഒരുമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കളെ നിങ്ങൾ ആ 56 നമ്പൂരി മുതൽ നായാടി വരെ എന്ന് പറയുന്ന ആ 56 ഉണ്ടല്ലോ, അതൊന്നിക്കാൻ എങ്കിൽ ഈ അമ്പലം ഒരുത്തനും തൊടാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെ വ്യാഖ്യാനിച്ചു. അപ്പം എന്തായി വ്യാഖ്യാനിച്ചത്? ഹിന്ദുക്കളെ ഒന്നുവയ്ക്കും യുദ്ധാഹ്വാനമായിട്ട്. അപ്പോൾ ആരോടാണത് യുദ്ധാഹ്വാനം? ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോടും ക്രിസ്ത്യാനികളോടും ഞാൻ ആഹ്വാനം ചെയ്തു എന്നുള്ളതല്ലേ അത് വരെ. യെസ്. അപ്പോൾ ഈ നിങ്ങൾ എവിടെയും വിദ്വേഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൊളിറ്റിക്സ് കളിക്കല്ലേ. അത് ഈ ജാതിയും മതത്തിൻ്റെയും പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു പാർട്ടി ഇവിടെ സർവൈവ് ഇല്ല. BJP എന്നേ കയറി പോകുമായിരുന്നു. അപ്പം എന്താണ് ഈ BJP ജയിക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതിപ്പോൾ മാറി. അത് ട്രിവാൻഡ്രത്തിൻ്റെ മുനിസിപ്പൽ രാജേഷിൻ്റെ ആ ഒരു വരവും അവിടുത്തെ ഒരു ജയവും, അതിനും എഗെയിൻ ആൻറ്റി ഇൻകംബറൻസി വോട്ടുകളുണ്ട് അതിനകത്ത്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഭയങ്കരമായിട്ട് കേരളത്തിലെ എല്ലാ BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ BJPയോട് ചായ്മയുള്ള ആളുകൾക്കും മോദിയെ ഇഷ്ടപ്പെടുന്നവർക്കും ജോബ് ചെയ്യുന്നുണ്ട്. 2 മാസം എന്തിനാ നിങ്ങൾ വെള്ളം ബ്ലോക്ക് ചെയ്തില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? വിത്തിൻ നോ ടൈം, പൊങ്കാല കഴിഞ്ഞ് അതിന് വിത്തിൻ നോ ടൈം റോഡ് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അതിനൊക്കെയാണ് ഇവർ ചെയ്ത്. ഇതൊക്കെ പൊളിറ്റിക്സ് ആണോ? ഡു യു തിങ്ക് ദാറ്റ് ഇസ് എ സ്ട്രോങ് പൊളിറ്റിക്സ്? നോ.
ഇറ്റ്സ് എ ഡർട്ടി പൊളിറ്റിക്സ്. അതാണ് അവർ കാണിച്ചത്. വെള്ളം ബ്ലോക്ക് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളത്തിൻ്റെ അത് ആരെയാണ് അവർ കഷ്ടപ്പെടുന്നത്? ജനങ്ങളെ. അല്ല വി വി രാജേഷിനെ അല്ല. പക്ഷെ വി വി രാജേഷ് അതിലും മുന്നേ കണ്ടു ഓൾറെഡി ചന്ദ്രശേഖർജിയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. അതിനനുസരിച്ചുള്ള ഇത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇവർക്കൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് നേഴ്സുമാരുടെ സമരം കൊണ്ടുവന്നിട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാട്ട് എബൌട്ട് ദ ഡർട്ടി ഗെയിംസ് ദേ ക്യാൻ പ്ലേ. ഇങ്ങനെ ഡർട്ടി ഗെയിംസ് കളിച്ചിരുന്നൊരു സ്ഥലമാണ് 34 വർഷം കൊടികുത്തിയുമാണ് ത്രിപുര. ഇന്ന് അവിടെ ഒരു പാർട്ടി ഓഫീസ് പോലും ഇല്ല. ആ ഗതികേട് വരും എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. സമയപരിമിതി ഉണ്ട്. രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അല്ലാതെ രാഷ്ട്രക്കാരനായിട്ട് കാണാൻ സാധിക്കട്ടെ. എന്തധികാരം കിട്ടിയാലും ആ രാഷ്ട്രക്കാരൻ പോവാതിരിക്കട്ടെ. അധികാരം വേണ്ട, എനിക്ക് സർവീസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഐ വോണ്ട് ടു സെർവ്, ദാറ്റ്സ് ഓൾ. അധികാരത്തിന് ഞാൻ പണ്ടേ അനുഭവിച്ചിട്ടുണ്ട് മോനെ. എനിക്ക് അതിലൊന്നും വലിയ താല്പര്യം. ഇപ്പോൾ ഈ കാണുന്ന ഈ 56 വണ്ടിയും കൊണ്ട് നടക്കുന്ന CM കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് ഉള്ളത്. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ ജനങ്ങളെ പണം എടുത്തിട്ടാണ് ഈ ദൂർത്ത് കാണിക്കുന്നത്. നിങ്ങളെ ആരാ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഷോ ഓഫ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഷോ ഓഫൊന്നും ഞാനെന്നുള്ളൊരു അധികാരി വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹോം മിനിസ്റ്റർ ആണെങ്കിലും ശരി, നമ്മുടെ ആ ഒരു പൈലറ്റ് എന്തിനാണെന്നറിയാം, അത് വണ്ടി വല്ലതൊന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം. ഒരാൾ നമ്മളെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. അവരിൽ സെലക്ട് ചെയ്ത് നമ്മളെ വിട്ടത്. അവർക്ക് നമ്മളെ വേണമെങ്കിൽ ചാവണം നമ്മൾ. അതായിരിക്കണം എൻ്റെ പോളിസി. അടിപൊളി. ദാറ്റ് ഇസ് വാട്ട്. യെസ്, ആ സ്പിരിറ്റോടുകൂടി മുന്നോട്ട് പോട്ടെ. ഒറ്റപ്പാലത്ത് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.